നമുക്കെല്ലാവർക്കും ആദ്യമായിട്ട് ഏജ് തോന്നിക്കുന്നത് നമ്മുടെ ശരീരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫേസും നെക്കുമാണ്. അപ്പോൾ നമ്മൾ ബോഡിക്കൊക്കെ വേണ്ടിയിട്ട് നല്ല എക്സസൈസൊക്കെ ചെയ്യും, നമ്മുടെ ചുളിവുകളും കാര്യങ്ങളൊക്കെ മാറ്റും. നമ്മൾ ഫേസിന് പക്ഷേ ഒന്നും ചെയ്യാറില്ല. അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു സിറം എടുത്തിട്ടുണ്ട് വെതിക്കിലിൻ്റെ. അത് നമ്മൾ ഫേസിൽ മസാജിങ് ഓയിൽ പോലെ നമുക്കൊരു ഫ്ലോ കിട്ടാൻ വേണ്ടി അതിന് ഓയിലി ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും ഒരു ക്ലിപ്പ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ താടിയുടെ ആ ഒരു ബോൺ ഉണ്ടല്ലോ, അതിനൊരു ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ 2 ഫിംഗേഴ്സ് ചൂണ്ട് വിരലും പിന്നെ സെൻറ്ററത്തെ വിരലും ഇങ്ങനെ കൊക്ക പോലെ പിടിച്ചിട്ട്, അത് 2 ക്ലിപ്പ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു കവിളിൻ്റെ ഭാഗത്തിൽ അവിടെ അങ്ങനെ ചെയ്ത പോലെ ചെയ്യുക. പിന്നെ നോസിന് നമുക്കൊരു ഇത് കിട്ടാൻ അവിടെ ഒരു ലൈനില്ലേ, അതൊക്കെ നമുക്ക് ഹൈഡാക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ. താഴെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ താഴോട്ടാക്കി കൊടുക്കുക. നെറ്റിക്കും ഒരു ലൂസില്ലാതെ ടൈറ്റ്. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ മസിൽസൊക്കെ ഉണ്ടല്ലോ, മസിൽസൊക്കെ ലൂസായി വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത ഒന്ന് ടൈറ്റ് ആക്കുമ്പോഴാണ് നമുക്ക് ഏജ്ഡ് ആവാത്ത പോലെ തോന്നുക, ഒരു ഹൈഡ്രേറ്റഡ് സ്കിന്നായിട്ട് തോന്നും. ബട്ട് അതിങ്ങനെ ലൂസായി കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുളിഞ്ഞിട്ട് ഏജ്ഡായി തോന്നാം. നമ്മൾ കവിളിനും വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നെക്കിനും വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യേണ്ടത്, നമ്മൾ നെക്ക് മേലേക്കൊന്ന് ഇങ്ങനെ വലിച്ചിട്ട് ജസ്റ്റ് കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കൈക്കൊണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു സ്കിന്ന് ഇങ്ങനെ വലിയുമ്പോൾ നമുക്ക് നല്ലൊരു മസിൽസൊക്കെ ഒന്ന് ടൈറ്റാവും. പിന്നെ കവിളും ഇതൊക്കെ നമുക്ക് മസിൽസ് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 2 ഭാഗം ഇങ്ങനെ കവിളും നമ്മുടെ താഴെയുടെ ഭാഗം ഇങ്ങനെ വീർപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഫേസ് മൊത്തത്തിൽ നല്ലൊരു അടിപൊളിയൊന്നും ചെയ്ത് നോക്കാം കേട്ടോ. ബൈ.